ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഗ്രില്ലിന്റെ അവസ്ഥ എങ്ങനെയായിട്ടുണ്ട്? ഏകദേശം കുറച്ച് കരിഞ്ഞു പോയല്ലേ ചേട്ടാ? അതിന് കുഴപ്പമില്ല, സ്മോക്കി എന്ന് പറയാം. ഇക്ക ഒരു ഉറക്കം കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്നു. നല്ല ഉറക്കത്തിലാ. വ്ളോഗൊക്കെ ചത്ത് ഞങ്ങളുടെ. മൂന്ന് മണിക്കൂറോളൊക്കെ ഒറ്റ സ്ട്രെച്ച് ഒരു ഷോപ്പ് ഇട്ടു കണ്ടുപിടിച്ച്. പിന്നെ അതെ നമ്മള് ടോട്ടില് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ടോട്ടിലെല്ലാം കൂടി നമ്മൾ ഒന്ന് ബട്ടർ തേച്ച് സെറ്റ് ചെയ്തെടുത്തു. നമ്മുടെ ഇതിന്റെ അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കനലിന്റെ അവസ്ഥ ഏകദേശം ഇങ്ങനെയാണ്. അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. എന്തല്ലേ പണ്ട് ഈ ടർക്കിഷ് സീരീസിലൊക്കെയാണ് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഇൻസ് കാണാൻ. അവർ ഇൻസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ സമയം 11:59 ആയിട്ടുണ്ട്. നാളെ നമ്മുടെ ഇക്കയുടെ ബർത്ത്ഡേ, അതായത് 21-ാം തീയതി ഇക്കയുടെ ബർത്ത്ഡേ ആണ്. ഇക്കയ്ക്ക് 30ാമത്തെ വയസ്സാവാൻ പോവാണ്. ഇപ്പൊ നമുക്ക് ഇക്കേനെ ബർത്ത്ഡേക്ക് വിളിക്കാം. Happy birthday to you. Happy birthday to you. Happy birthday to you. Thank you very much. Happy birthday to you. എനിക്ക് ഓക്കെ താങ്ക് യു. അതല്ല ഒന്നൂത് എന്നിട്ടാ വീഡിയോ എടുക്കണേ. ബാക്കി രാവിലെ ഹാപ്പി ബർത്ത്ഡേ ഞാൻ തരാം. 30 വയസ്സായി. പക്ഷെ നമ്മളത് ഇവിടെ ഒട്ടിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. ആ സംഘടന നമ്മളിങ്ങനെ മാറ്റും. തട്ടി കൊടുക്ക്. ഗുഡ് നൈറ്റ്. അതെ, എന്തിനിപ്പത് അല്ലേ? ഓക്കെ ബായിക്ക. 30 വയസ്സായി ഇക്കയ്ക്ക്. നമ്മളതുകൊണ്ട് 30ന്റെ സ്റ്റിക്കറൊക്കെ വാങ്ങിയായിരുന്നു, പക്ഷെ ഒട്ടിയില്ല. നമ്മൾ മുഞ്ചി. നീ 31 നോക്കാല്ലേ? സോ ഗൈസ്, ഉറങ്ങി എഴുന്നേറ്റു. ഞാനിത് ഇതിൻ്റെ ഉള്ളിലാണ് കിടന്നത്. ഞാൻ കുറച്ച് നേരത്തെ കിടന്നു. ഓൾമോസ്റ്റ് ഒരു 9 മണിയാകുമ്പോൾ തന്നെ ഞാൻ കിടന്നു. ഞാൻ ഇന്നലെ പണി കഴിഞ്ഞ് ഉറങ്ങിയില്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റു, ഫുഡ് കഴിച്ചു, വീണ്ടും കിടന്നു. പിന്നെ പിള്ളേർ കാറിലുള്ളത്. ഒരു വീടിനകത്ത് തണുപ്പ് കൂടുതലാണ്, ഹീറ്ററില്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി കാറി കിടന്നു. ഒരു ഭ്രാന്തം വന്ന് ഒരു പുള്ളി വന്ന് എന്നെ ഫുള്ള് മഡ് ബൈക്കുമായിട്ട് കളിക്കുക. നമ്മുടെ ബോത്തി സ്റ്റേ ഒരു രാത്രി കഴിഞ്ഞു. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനൊരു രാത്രി 9:30 മണി അങ്ങനെ ഉറങ്ങി. എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി പണിക്കുവാൻ വേണ്ടി എഴുന്നേറ്റതായിരുന്നു വൈകിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഉറങ്ങില്ല. ഇന്നലെ രാവിലെ പണി കഴിഞ്ഞ് വന്നു.
1 മണിക്കൂർ ജസ്റ്റ് ഒന്ന് ഉറങ്ങി, ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എഴുന്നേറ്റു, വെയിൽസിലേക്ക് ഡ്രൈവ് ചെയ്തു. ഈ ഒരു ലൊക്കേഷൻ്റെ നെയിം നാൻഡ് ഗൈനൻറ്റ് എന്നാണ്, നോർത്ത് വെയിൽസിൽ. ബ്രാഡ്ഫോർഡിൽ നിന്ന് വരുന്ന ആൾക്ക് 3 hours ഡ്രൈവ്. നമ്മൾ ഈസി ആയിട്ട് എത്തിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് ആക്സസ് ചെയ്യുന്ന സമയത്ത് ചെറിയ എന്താ പറയുക, ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. മിനി എങ്ങനെ കയറി വന്നതെന്ന് അറിയില്ല, നമ്മൾ പതുക്കെ വന്നിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിടന്നുറങ്ങിയത്. മുന്നേ പറഞ്ഞ പോലെ ഇവിടെ വെള്ളം, വെളിച്ചം, ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹീറ്ററിങ്ങിൻ്റെ സൗകര്യം ഇല്ല. ബട്ട് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതിനകത്ത് കിടന്നു. എബിയും മിഥുന, അലോഷ് അവിടെ കുറച്ച് നേരം അവർ അകത്ത് കിടന്നു. പക്ഷെങ്കിൽ നല്ല തണുപ്പാണ്. സമ്മറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല തണുപ്പായതുകൊണ്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ തിരിച്ചു പോയി കാറിൽ കിടന്നു. അങ്ങനെ എഴുന്നേറ്റു. ഇപ്പം എബി എഴുന്നേറ്റ് വന്നു പറഞ്ഞു ഒന്ന് നടക്കാൻ പോകുമെന്ന് പറഞ്ഞു. എങ്ങോട്ടാണ് നടക്കാൻ പോയെന്ന് അറിയില്ല, പോയിട്ടുണ്ട്. നമ്മൾ ലോക്കൊന്നും ചെയ്യുന്നില്ല ഗൈസ്, ജസ്റ്റ് ഒന്ന് അടക്കാണ്. ആരുമില്ല. ഇത്രയും മൈൽസിൻ്റെ ഉള്ളിൽ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 1-2 മൈൽസ് മാറി അപ്പുറം ഈ ഫാമൊക്കെയാണ് ഉള്ളത്. എബി എങ്ങോട്ടാണ് നടന്നതെന്നറിയില്ല. അയ്യോ, ഞാനിതാ നമ്മൾ ഇന്നലെ വന്ന ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. കാറ്റുണ്ട്, അങ്ങോട്ടേക്ക് കുറച്ചും കൂടി ആയിട്ടുണ്ട്, കയറി നോക്കാം. അയ്യോ, സീൻ സ്ഥലം. നിങ്ങൾക്ക് ഈ ഒരു ബോത്ത് സൈഡിൽ കാണുന്ന ടോയ്ലറ്റാണ് കേട്ടോ. ഇതൊരു കുറച്ച് ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ളൊരു ബോത്തി എന്നാണ് പറയാൻ. നമ്മൾ കുറച്ച് റീസെൻ്റിലാണ് ആ ഒരു പേര് പിടിച്ചത്. സോ നോർത്ത് വെയിൽസിലുള്ളവർക്ക് ഈസിയാണ്, നോർത്ത് ഇംഗ്ലണ്ടിലുള്ളവർക്ക് കുഴപ്പമില്ല. നമ്മൾ ബ്രാഡ്ഫോർഡ്, ലീഡ്സിലൊക്കെ ഉള്ളവർക്കും 3 hours ഡ്രൈവാണ്. എയർബിഎൻബിയിൽ അവൈലബിൾ ആണ്. കൂടുതൽ കാര്യങ്ങൾക്ക് ഡീറ്റെയിൽസിന് വേണ്ടി മെസ്സേജ് അയക്കുക. നമ്മൾ ലൈഫിൽ അല്ലെങ്കിൽ ഇങ്ങനെ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്റ്റേ ആണ് ബോത്തി സ്റ്റേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി അവിടെ ഇങ്ങനെ എയർബിഎൻബിയിൽ ബുക്ക് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഹോട്ടൽസ് ബുക്ക് ചെയ്യുന്ന പോലെ ഇത്ര 3 ആൾക്ക് അല്ലെങ്കിൽ 4 ആൾക്ക് ഒരാൾക്ക് വെച്ചിട്ട് ഇത്ര പൈസ അങ്ങനെയൊന്നുമില്ല. ഈ ഒരു സ്റ്റേയിൽ 1 2 3 4 5 6 8 ആൾക്ക് കൂടി പോലെ ഒരു 9 ആൾക്ക് സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോത്തിയാണ് ഇവിടെ കാണുന്നത്. വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് റിസർച്ചൊക്കെ ചെയ്ത് എന്താണ് ബോത്തിയിലേക്ക് വരുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ വരാം. നമുക്ക് പറ്റിയ ചെറിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്യൂവെ കൊണ്ടുവന്നില്ല. ആകെ കൊണ്ടുവന്നത് ഒരു 3 ബെഡ്ഷീറ്റും ഒരു പുതപ്പും ഒരു സാധാ ബ്ലാങ്കറ്റുമാണ്. അതിനെ കൊണ്ടൊന്നും ആകുന്നില്ല. ഇന്നലെ വരുന്ന സമയത്ത് 13 ഡിഗ്രി ആയിരുന്നു. ബട്ട് ഇവിടെ വന്നു രാത്രി തണുപ്പ് പതുക്കെ കൂടി ഇപ്പോൾ 2 ഡിഗ്രി 1 ഡിഗ്രി എത്രയാണെന്നറിയില്ല. അങ്ങനെയാണ് അവസ്ഥ. സോ അവർ കുറച്ച് ആൾക്കാർ സ്റ്റിൽ വണ്ടിയിലുണ്ട്. എവിടെ? ഞാൻ വിളിക്കാം, കിടന്നോ എന്തല്ലേ.
ഇന്നലെ രാത്രി വൈകിട്ടൊരു 5:30-6 മണി 6:15 നമുക്ക് ഇങ്ങോട്ട് കയറിയായിരുന്നു. വഴിയൊക്കെ തപ്പി പിടിച്ചു, മാപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ അന്ന് ആ ഒരു ടൈം മുതൽ, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി തുടങ്ങുന്നത് മുതൽ റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, നെറ്റ്വർക്കൊന്നും ഇല്ലായിരുന്നു. സ്റ്റിൽ നെറ്റ്വർക്ക് ഇല്ല, പീസ് ഓൺലി. ഒരു വോക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നത്. ദേബി എങ്ങനെ ഉണ്ടായിരുന്നു? എവിടെ പോയി? കേറിയോ? ഒരുപാട് കേറിയോ? തിരിച്ചു വഴിയേറ്റി പോയി. മതിലൊക്കെ ചാടി പറ്റുമെന്ന്. മതിലാടി ഈ ഗ്യാപ്പില്. മറ്റേ മതിലല്ലേ? ഏത് മതില്? വേലി ഇട്ടിട്ടുണ്ടതില്. ഓക്കെ. നമ്മടാ നമ്മളെ പരിപാടി 8 മണിയായിട്ടല്ലേ പിള്ളേരെ വിളിക്കാണെന്നാ. ഒന്നും കിടന്നോട്ടെ, ക്ഷീണുണ്ടെങ്കിൽ. ഇവിടുന്നോ തുറന്നിനത്? അങ്ങനെ പതുക്കെ ഇറങ്ങണം. കാരണം നമുക്ക് ഇതൊക്കെ അറേഞ്ച് ഒക്കെ ചെയ്ത് എല്ലാം പതുക്കെ ഇറങ്ങണ്ടേ. റേഞ്ച് ഉണ്ടാ? എവിടാ? റേഞ്ചിന് വേണ്ടി കുന്ന് കയറണ്ടേ? എനിക്കെന്താ മെസ്സേജ് എന്താ കിട്ടിയോ? ഏതും വേറെ ന്യൂസ് എന്തെങ്കിലും ഉണ്ടോ നാട്ടത്? 2 ദിവസമായി ആദ്യമായിട്ട് ഇങ്ങനെ നെറ്റും ഒരു കുന്തും ഇല്ലാണ്ട് ഇങ്ങനെ. ചാർജ് ചെയ്തോ? പവർ ബാങ്ക് വെക്ക്. എൻ്റെ നോക്കണം, കാണിച്ചു. ഇതിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. സമയം 10 മണിയായോ? 10 മണി. 12 മണി വരെ പെർമിഷൻ തന്നായിരുന്നു. പക്ഷെ നമുക്കിനി വേറെ സ്ഥലങ്ങളിൽ പോകാലോ. എന്താണ് ആലോചിച്ച? എന്താണ് എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ദിവസം മുഴുവൻ, ഓൾമോസ്റ്റ് ഒരു ദിവസം മുഴുവൻ ഫോൺ ഒന്നും യൂസ് ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്തിരിക്കില്ല പരിപാടി. അതൊന്നും ഇല്ലാണ്ട് നല്ല ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റി കുറച്ച് നേരം. നല്ല അടിപൊളി. സമയം പോകണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെ വൈകുന്നേരം, ഫോണില്ലാത്തതുകൊണ്ട്. പിന്നെ സംസാരിച്ചിരുന്നു. അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, മിഥുന തങ്കച്ചന് എന്താണ്? മിഥുന തങ്കച്ചന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഒരു സ്റ്റേ? എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു. രാത്രി അവസാനം കാറിൽ പോയി കിടന്ന് ഉറങ്ങി. നല്ല തണുപ്പായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അടുവെച്ചൊന്നും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇവിടെ കിടക്കാൻ പറ്റിയാലേ കൊള്ളായിരുന്നു. സോ എന്താ പറയാ ആഗ്രഹിക്കുന്നത്? ഇതുപോലത്തെ സ്റ്റേയിൽ വരുന്ന സമയത്ത് ഡുവറ്റ് ഒക്കെ കൊണ്ടുവരണം, അല്ലെങ്കിൽ പോർട്ടബിൾ ഹീറ്ററോ സംതിങ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ. എബിൻ ഫ്രാൻസിസ് ആയിരുന്നു ഈ ഒരു പ്രോപ്പർട്ടിയുടെ ബുക്ക് ചെയ്തത്. ഞാനാണെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ ഫുൾ മാനേജ്മെന്റ് എല്ലാവരും മാനേജ് ചെയ്തിരുന്നു. പക്ഷെ എബിൻ ഫ്രാൻസിസ് ആയിരുന്നു അവസാനമായി ലോക്ക് പോലും ചെയ്ത് അതിലേക്ക് കീ ഇട്ടത്. സോ എബിൻ ഫ്രാൻസിസ്, എനിക്ക് വേറെ എല്ലാവരും പറഞ്ഞ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ബോത്തി എന്ന് പറഞ്ഞ സെറ്റപ്പ്. ആദ്യമായിട്ടാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഇങ്ങനത്തെ ഒരു സ്റ്റേയില് വരുമോ? എന്തായാലും രാവിലെ 7 മണിക്ക് എണീറ്റ് മല കയറാൻ പോയി. റേഞ്ചുള്ള സ്ഥലം കണ്ടുപിടിച്ചത് ഈ മലയുടെ അപ്പുറത്ത് ആ കുന്നിന്റെ മുകളിൽ പോയാൽ റേഞ്ച് കിട്ടുന്നതാണ് എബിൻ ബ്രാഞ്ച് പറഞ്ഞത്. അവിടെ ഒറ്റയ്ക്ക് ഒരു ആട് ഒക്കെ ഉണ്ട്, ചെമ്മരി ആട് മുകളിൽ നിൽക്കണം. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല.
സോളോ ദേ നിക്കണ്. ഓക്കെ ഒറ്റയ്ക്ക് നിൽക്കണം. ഇന്നലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഇന്നലെ വരുമ്പോ ഒരു same- പുള്ളി ചെക്കിങ് പുള്ളി നോക്കണ്ടായിരുന്നു. ആ, അതെ അതെ അയാൾ ചെക്കിങ്ങിന് വന്നതാണോ ആ വണ്ടിയില്? അതെ അതെ. ഇവിടെ പോയി നോക്കി, അവിടെ പോയി നോക്കി. ആ അതല്ല സ്ഥലം ഇന്നലെ കാണാൻ. നമ്മള് പോവാണ്, ഇവിടുന്ന് പോവാണ്. നമ്മൾ ഇനിയും ഇതുപോലത്തെ ബോത്തി എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും 100%. സോ സൈനിങ് ഔട്ട് ഫ്രം ഹിയർ. ഒരുപാട് സ്ഥലങ്ങൾ ഇനി പോകാനുണ്ട്. ഈ ഒരു വീഡിയോ പരമാവധി തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഒരു ബൈ പറഞ്ഞേ. ബൈ ബൈ ബോത്തി.